ഇവിടെ കണ്ടല്ലോ 4, 9, 8, 18, 12, 27, 16, 36. ഈ നമ്പർ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ ഞാൻ താഴത്തേക്ക് എഴുതാം. 4, 9, 8, 18, 12, 27, കൊള്ളി 16, 36. ഓക്കെ. അപ്പൊ ഈ നമ്പറിൽ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണം. അപ്പം തോന്നിയിട്ടില്ലെങ്കിൽ ഈ 4 എന്ന് പറയുന്നത് എന്താണ് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. ഇത് 4 1 ഇൻറ്റു 4 എന്ന് എഴുതിക്കൂടെ. അതേപോലെ 9 1 ഇൻറ്റു 4. അടുത്തത് 8 2 ഇൻറ്റു 4. അടുത്തത് 18 2 ഇൻറ്റു 9. അടുത്തത് 12 3 ഇൻറ്റു 4. അടുത്തത് 27 3 ഇൻറ്റു 9. അടുത്തത് 4 4 ഇൻറ്റു 4. അടുത്തത് 36 4 ഇൻറ്റു 9. ഓക്കെ, ഇതാണ് ഈ നമ്പറിന്റെ പ്രത്യേകത. അങ്ങനെ നോക്കുമ്പം ഇവിടെ എന്താണ് 25-ാം പദം എന്താണ്, 25-ാം പദം എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഇങ്ങനെ പോകുമ്പം 25-ാം പദം എത്രയാണ്? അപ്പൊ ഇവിടെ 1 2 ഫസ്റ്റത്തെ ടേം എന്താണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ. അപ്പം ഈ ആ നമ്പർ 25-ാമത്തെ ടേം എന്ന് പറയുന്നത് ആ നമ്പർ ആ പൊസിഷന് ഇൻറ്റു 4 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഈ 1 പോകുന്ന ആ ഒരു സീരീസിൽ ഈ ഒരു നമ്പർ 25-ാം പദം എന്ന് പറയുമ്പം ആ ടേം എത്രാമത്തതാണ്, ഇത് ഈ പറഞ്ഞ 1 പോകുന്നതിൽ അത് എത്രാമത്തതാണ് എന്നുള്ളത് അറിയണം. അതിനെന്ത് ചെയ്യണം? ഈ 25-ാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത്. +1 / 2, അതായത് 26ന്റെ പകുതി 13-ാമത്തെ ടേം ആയിരിക്കും. 13-ാമത്തെ ടേം ആയിരിക്കും ഇതിന്റെ 1/13. ഇതായത് ഈ 4 × 13 ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തോ 4 × 13 ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തോ അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഇപ്പോൾ 4 × 13 എന്ന് പറയുമ്പോൾ 52. ഓപ്ഷൻ സി ആണ് നിങ്ങൾക്ക് വരിക. കാര്യം കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്തൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സോ ബൈ.